ഹലോ പ്രിയ നിക്ഷേപകരും വ്യാപാരികളും. അനലിറ്റിക്കൽ സേവനം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗുരു കഴലത കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് ആരംഭിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം. ഗവേഷണം നടത്തുന്ന കമ്പനിയുടെ ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് വിശദമായി പരിശോധിക്കാം. ഇപ്പോൾ ഞങ്ങൾ കോർപ്പറേഷന്റെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യും. 2025 ഓഗസ്റ്റ് 29 ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവലോകനം. വർഗീകരണം വഴി ഗുരുക്കഴലത സംഘടന ഉപവിഭാഗത്തിൽപ്പെടുന്നു. നെല്ലിക്കഥേരമേ 39 സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ ഓർഡർ പട്ടിക നോക്കും. കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ്: -10.5. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 1.9 പോയിന്റ്. വിശാലമായി നോക്കുമ്പോൾ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിലുള്ള ശരാശരി മാർക്കറ്റ് സ്കോർ 1.8 പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് 5.5 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്തുകൊണ്ട് ഉപവിഭാഗം കമ്പനികളും. കഴിഞ്ഞ 12 മാസത്തെ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും. 46.2% ചലനാത്മകത കാണിച്ചു. 26.2% ഉപവിഭാഗത്തിലെ വിലമാറ്റത്തിന് എതിരാണ്. കമ്പനിയുടെ വിപണി മൂലധനം $2 കൂടെ 1 സെന്റ് ബില്യൺ മൂല്യം. $119 ബില്യൺ ഉപവിഭാഗം മൂലധനം. കമ്പനിയുടെ പുസ്തക മൂല്യം $0.44 ബില്യൺ. ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം $44 ബില്യൺ ആണ്. സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പങ്കിടുക. 7.9 ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 1.689%. പുസ്തക മൂല്യം 0.994%. ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും മോശം, -1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾ $0 കൂടെ 64 സെന്റ് $6 ബില്യൺ ആണ്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം മൂലധനത്തിന്റെ 148%. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ ഫലം മോശം, -1 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിലയും അതിന്റെ വരുമാനവും തമ്മിലുള്ള അനുപാതം 0 ആണ്. 55.7 എന്ന ഉപവിഭാഗത്തിൽ ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വളരെ മോശം, -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം -$14 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം $167 മില്യൺ ആണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 2.7 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 2.9 ആണ്. ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $750 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം, -1 പോയിന്റ്. വിൽപ്പന മാർജിൻ -1.9%. ഉപവിഭാഗത്തിൽ ശരാശരി 5.2%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ കടന്നുപോകാവുന്ന -0.5 പോയിന്റ്. ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിഹിതം 1.935%.
ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 15% കൂടുതലാണ്. ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക $2,238,000 തുല്യമാണ്. ഉപവിഭാഗത്തിന് ഇത് $2,564,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ ലാഭം മൈനസ് ആണ് $15,800. $46,000 എന്ന ഉപവിഭാഗത്തിൽ ശരാശരി. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5 പോയിന്റ്. ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിൽപ്പനയുടെ അളവ് $833,000 ആണ്. ഉപവിഭാഗത്തിൽ $879,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5 പോയിന്റ്. ഉപവിഭാഗ ശരാശരിയായ 3.3%വുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹ്രസ്വ ഓഹരികൾ 11.9%. സാങ്കേതിക സൂചകം JD14 കമ്പനിക്ക് 80% ലെവൽ കാണിക്കുന്നു. അനി 7 ഉപവിഭാഗത്തിൽ JD ലെവൽ 14 49%. കമ്പനിയുടെ നിലവിലെ സ്റ്റോക്ക് മൂല്യം ഏകദേശം $92 കൂടെ 52 സെന്റ് ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $95 കൂടെ 49 സെന്റ് ആണ്. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. പിൻ ചെയ്ത കമന്റിലാണ് ലിങ്ക്. ഈ സീസണിലെ വിവരങ്ങളുടെയും റഫറൻസ് സിസ്റ്റത്തിന്റെയും പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരുക്കകളത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കി വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുക്കകളത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു ഷെയറിന് $92 കൂടെ 53 സെന്റ് എന്ന നിരക്കിൽ ഓപ്പൺ സെൽ ഓർഡർ. കമ്പനിക്ക് താരതമ്യേന മോശമായ മൂല്യനിർണ്ണയവും വിലപ്രവണതയും ഉള്ളതിനാലാണ് ഇടപാട് ആരംഭിച്ചത്. അക്കിമിന്റെ സൂചിക മൂല്യനിർണ്ണയ രീതി ഉപയോഗിച്ചാണ് കമ്പനിയുടെ മൂല്യനിർണ്ണയം നടത്തിയത്. ലാഭം 72.99 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 112.07 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. ഈ സാഹചര്യത്തിൽ 2025 സെപ്റ്റംബർ 28 ട്രേഡിംഗിന്റെ അവസാനം ഓർഡർ സ്വയമേവ ഉറപ്പിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ DNM ആണ് പ്രധാന വാങ്ങൽ ഓർഡർ. പ്രധാന ഓർഡറിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ്. മറ്റൊരു ഓർഡർ യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് നന്ദി. ഗുരുക്കകളത്.